ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂർ ഭാഗത്താണ്. ഇവിടെ നമ്മുടെ ഒരു കസ്റ്റമറുടെ ഓയിൽ മില്ലിലേക്ക് വന്നേക്കാണ്. ഇവരോട് നമ്മുടെ ഒരു 500 കോക്കനട്ട് 500 കപ്പാസിറ്റി വരുന്ന 500 നാളികേരം ഉണക്കാൻ പറ്റുന്ന ഒരു ബൾക്ക് ഡ്രയറിനോട് നാളികേരം ഉണക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടുത്തെ ഓയിൽ മില്ലിന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഡ്രയറിന്റെ വിശേഷമാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഓയിൽ മില്ലിലേക്ക് പോകാന്നുള്ളതാണ്. ചേച്ചി നമസ്കാരം. ചേച്ചി ഇപ്പൊ എത്ര നാളെ ഈ ഓയിൽ മില്ല് തുടങ്ങിയിട്ട്? ഞങ്ങള് 6 മാസമായിട്ടല്ലോ. 6 മാസമായി തുടങ്ങിയിട്ട്. അപ്പൊ നമ്മള് നാളികേരം ഉണക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഡ്രയർ എടുത്തെന്ന് തോന്നുന്നു അല്ലേ? അപ്പോ ഇവിടെ എന്തൊക്കെ തരം ഓയിലുകൾ കൊടുക്കുന്നുണ്ട്? വെളിച്ചെണ്ണ അതുപോലെ തന്നെ എന്തൊക്കെ തരം ഓയിലുകൾ കൊടുക്കുന്നുണ്ട്? ഞങ്ങള് എള്ളാട്ടി കൊടുക്കുന്നുണ്ട്, കപ്പലണ്ടി, ബദാം, അങ്ങനെ കടുക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആട്ടി കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നാളികേരം, വെളിച്ചെണ്ണ മാത്രല്ല എള്ള്, കടുക് അങ്ങനെയുള്ള ഓയിലുകളും കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതാട്ടുന്ന മെഷീനാന്ന് തോന്നുന്നു ഇത് എക്സ്പെല്ലർ. ഞങ്ങള് ചെറിയ സീഡ്സ് ഒക്കെ ആട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആ ചെറിയ മെഷീനാണ്. എള്ള്, കടുക് ചെറിയ മെഷീനിലാണ്. ചെറിയ മെഷീൻ. ഇതില് ഞങ്ങള് നാളികേരം മാത്രമാണ്. ഇതില് നാളികേരം മാത്രമായിട്ടല്ലേ? അപ്പൊ ഇത് മണിക്കൂറിൽ ഇപ്പൊ എത്ര കിലോ ഒക്കെ നാളികേരം ആട്ടാൻ പറ്റും? ഞങ്ങളൊരു മണിക്കൂറില് കണക്ക് വെച്ച് നോക്കിയിട്ടില്ല. ഞങ്ങള് ഒരു ദിവസം ഞങ്ങൾക്ക് പറ്റാവുന്ന 10-60 കിലോനൊക്കെ അങ്ങനെ വെച്ചിട്ട് ഒരു ദിവസം 10-60 കിലോ കൊപ്രയൊക്കെ ആട്ടാറല്ലേ? അപ്പൊ അത് ഉണക്കാൻ വേണ്ടി നമ്മുടെ ഡ്രയർ എടുത്താൽ ഡ്രയർ അപ്പുറത്താണ് വരുന്നത്. ഡ്രയർ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഡ്രയർ വരുന്നത്. അപ്പൊ നല്ല മഴയൊക്കെ കാരണം പുറത്തൊക്കെ വെച്ച് ഉണക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് മെഷീൻ എടുത്തു തോന്നുന്നു. അപ്പൊ ഇത് നമ്മുടെ ഒരു 500 നാളികേരം കപ്പാസിറ്റി വരുന്ന മെഷീനാണ്. നമുക്ക് തുറന്ന് നോക്കാം. നാളികേരം മോളികൂടെ നാളികേരം ഇടുന്നത് മോളികൂടെയാണ്. മോളികൂടെയാണ് നാളികേരം. ഇതേപോലെ മോളികൂടെ നാളികേരം ഇട്ട് കൊടുക്കാം. നമുക്ക് ഏകദേശം 500 നാളികേരത്തിന്റെ അടുത്ത് നമുക്ക് ഇതിൽ ഇടാനായിട്ട് പറ്റും. ബൾക്ക് ഡ്രയർ നമുക്കത് കൂട്ടിയിട്ടതുപോലെ കൂട്ടിയിടാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് സൈഡ് ഡോർ തുറന്ന് എടുക്കാം. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ നമുക്കൊന്ന് ഓണാക്കി കാണിക്കാൻ പറ്റുമോ? ഇത് 3 ഫേസ് ആണ് മെഷീൻ വരുന്നത്. ഇതാണ് ഇതിന്റെ മീറ്റർ പാനൽ വരുന്നത്. ഇപ്പൊ മെഷീൻ ഓൺ ആയിട്ടുണ്ട്. 51 ഡിഗ്രി ചൂട് കാണിക്കുന്നത് ഇതിന്റെ ഉള്ളിലത്തെ ഇപ്പോഴത്തെ ചൂടാണ്. ഇപ്പൊ ഇതിൽ 61 ഡിഗ്രിയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ ഹീറ്റർ ഓൺ ആയിട്ടുള്ള ഇൻഡിക്കേഷൻ ലൈറ്റ് ആണ്. ഫുൾ ഇലക്ട്രിക് ആണ് നമ്മുടെ മെഷീൻ വരുന്നത്. ഇതിലിപ്പോ നാളികേരം ഉണങ്ങാനായിട്ട് എത്ര സമയം എടുക്കാറുണ്ട്? 8 മണിക്കൂർ. 8 മണിക്കൂറിൽ ചിരട്ട കുത്തി മാറ്റാം അല്ലെ? അടർത്തി മാറ്റാം. അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഒരു 8 മണിക്കൂർ കൂടിയിട്ട് നമുക്ക് ആട്ടാനുള്ള പാകത്തിനാവും. അപ്പൊ ഇതിൽ ഉണക്കിയതിന് പിന്നെ കട്ട് ചെയ്യണ്ട നാളികേരം? അതെ, ഞങ്ങൾ കട്ട് ചെയ്യാൻ മെഷീൻ ഉണ്ട് അല്ലേ? കട്ടർ മെഷീനും ഉണ്ട്. അതിൽ കട്ട് ചെയ്തിട്ട് നേരെ എക്സ്പെല്ലറിൽ വെച്ചിട്ട് ആട്ടി വെളിച്ചെണ്ണയൊക്കെയാണ് ചെയ്യാല്ലേ? വെളിച്ചെണ്ണ വലുതിരിക്കുന്നുണ്ടോ അവിടെ? ഇപ്പൊ കുറച്ചുണ്ടോ? കാണിക്കാൻ പറ്റുമോ? കുറച്ച് മാത്രമാണ്, സീസൺ കുറവാണ്. ഇവിടെ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഇരിക്കുന്നുണ്ട്. ചേച്ചി അപ്പൊ ഇവിടെ വെളിച്ചെണ്ണ മാത്രമാണോ കൊടുക്കുന്നത്? വെളിച്ചെണ്ണ മാത്രല്ല, നമ്മള് ഓയിൽ ഐറ്റംസ് മാത്രമാണ് കൊടുക്കുന്നത്. ഇപ്പൊ പുറത്തുനിന്ന് ആരെങ്കിലും ഇതുപോലെ കൊപ്ര കൊണ്ടുവരാണെങ്കിലോ അങ്ങനെയൊക്കെ ഓയിലാക്കി കൊടുക്കുമോ? കൊപ്ര കൊണ്ടുകഴിഞ്ഞാൽ ഓയിലാക്കി കൊടുക്കും. അല്ലാതെ നാളികേരം കൊണ്ടുവന്നാൽ ഉണക്കിയാട്ടി അങ്ങനെ കൊടുക്കുന്നില്ല അല്ലേ? നമ്മള് വലിയ ഡ്രയർ വലുതല്ലേ, കുറച്ചളവിൽ കൊടുത്താൽ അത് ഉണക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടാവും. നമ്മുടെ ഇതിൽ 500 കപ്പാസിറ്റി വരുന്ന 500 നാളികേരം ഉണക്കാൻ വരുന്ന മെഷീനാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചളവിൽ കൊടുത്താൽ ഉണക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മുടെ മെഷീനെ പറ്റിട്ട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? കുഴപ്പമില്ല, നല്ല അഭിപ്രായമാണ്. നമ്മുടെ സർവീസ് ആയാലും കാര്യങ്ങളായാലും സർവീസ് നല്ല സർവീസ് ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഡ്രയറിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ് ചേച്ചിക്കുള്ളത്. അപ്പൊ ഇത് നമ്മുടെ കമ്പനിയുടെ ഒരു ബൾക്ക് ഡ്രയർ ആണ്. 500 നാളികേരം ഉണക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ കമ്പനി ഇതിന്റെ ചെറുതും വലുതായിട്ടുള്ള മെഷീൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 1000 നാളികേരം ഉണക്കണമെങ്കിൽ അതിനുള്ള മെഷീൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു മെഷീൻ ഇത്രയൊരു സ്പേസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ മെഷീൻ വെക്കാനായിട്ട് പറ്റും. വലിയ സ്ഥലമൊന്നും വേണ്ട. നമുക്കിപ്പോ ഇതിൽ നമുക്ക് നാളികേരം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഉണക്കാൻ പറ്റുക. നാളികേരം ഉണക്കുന്ന ബൾക്ക് ഡ്രയർ ആണ്. അപ്പൊ നമുക്ക് ഇനി ഇങ്ങനത്തെ ഡ്രയർ മാത്രമല്ല, നമുക്ക് ടൈപ്പ് ഡ്രയേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ ഫുഡ് ഐറ്റംസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫിഷ്, മീറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണക്കാനായിട്ട് നമുക്ക് ടൈപ്പ് ഡ്രയേഴ്സും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡ്രയറിനെ പറ്റിയിട്ട് എന്ത് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയൽമാർക്കിനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മൾ ടൈപ്പ് ആയാലും അതുപോലെ തന്നെ ബൾക്ക് ആയാലും പല തരത്തിലുള്ള ഡ്രയേഴ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ വലുത് ഇപ്പൊ വലിയൊരു ഓയിൽ മില്ല് നടത്തുന്നവരാണെങ്കിൽ 1000 നാളികേരൊക്കെ ഒരുമിച്ച് ഉണക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മെഷീൻസ് വരുന്നുണ്ട്. ഇതിന്റെ തന്നെ വലുതും വരുന്നുണ്ട്.
ഇതിന് തന്നെ ചെറുത് വരുന്നുണ്ട്. ട്രേ ടൈപ്പിൽ തന്നെ ഒരു 15 കിലോ കപ്പാസിറ്റി ഉള്ള കുഞ്ഞു മെഷീൻസ് തൊട്ട് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീൻസ് തൊട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഓയിൽ മില്ലൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രയറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മഴക്കാലൊക്കെയാണ്, ഇപ്പോൾ നാളികേരം ഉണക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ ബൾക്ക് ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.